ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തംബ്ലൈനിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വേറെ പരിപാടി ഒന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിൽ ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാരിക്കുളം അമ്പലത്തിൽ വന്നിട്ട് കുറേ നാളായി. മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. അവിടെ വന്നപ്പോൾ തന്നെ അമ്മ അമ്പലത്തിൽ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു റീസൺ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ രാവിലെ അവിടെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു, പിന്നെ നല്ല പാൽച്ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞതേ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ സ്കൂളിലത്തെ അവിടുത്തെ ഒരു കുട്ടീനെ കണ്ടിട്ടാ. ആൾ പഴയ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആളും ഉണ്ടായിരുന്നു. ആളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ചായ കുടിച്ച് അമ്മ വേഗം തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരെങ്കിലും എന്നെ അറിയുന്നതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയാണ് കേട്ടോ ചായ ഒക്കെ കുടിച്ചത്. പിന്നെ ആ വാവയായിട്ട് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ഫുഡ് ഫുള്ളും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് വന്നപ്പോൾ. ഞാൻ എവിടെ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചിട്ട് അവിടെ കുറച്ച് നേരം അവിടെ പോയിരുന്നു. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയണത്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒന്ന് കാണണം കേട്ടോ. അടിപൊളി അമ്പലമാണ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മുല്ലപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. മുല്ലപ്പൂവിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെന്താ, കുട്ടികൾക്ക് കളിക്കാനുള്ളത് കളിപ്പാട്ടൊക്കെ റെഡിയാണ് കേട്ടോ. പിന്നെ നമ്മളിത് കഴിഞ്ഞു. നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റിലെ യാത്ര ഉള്ളൂ കേട്ടോ. നമ്മൾ സ്കൂട്ടറിലായിരുന്നു വന്നത്. അമ്മതേ അവിടെ സ്കൂട്ടറിൽ നിന്ന് ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. മാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ നമ്മൾ ഈ വന്നിരിക്കുന്ന അമ്പലത്തിൻ്റെ പേര്. അവിടെ വരുന്നവർ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാം. അടിപൊളിയാണ്. പിന്നെ അമ്മ പതുക്കെ അവിടെ നിന്ന് സ്റ്റാർട്ടാക്കി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി, കുറച്ച് വരയ്ക്കാനുണ്ട് കേട്ടോ. അങ്ങനെ വരയ്ക്കാനിരിക്കണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് വെച്ച് എടുക്കണം എന്നുണ്ട്. ഞാൻ എവിടെ പോയാലും എന്താണെന്ന് അറിയത്തില്ല, ഈ പുഴുക്കളെ മൊത്തം ഞാൻ കണ്ണിയും കാണും. എന്താണ് സംഭവം എന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അമ്മയോട് നിർത്താൻ പറഞ്ഞപ്പോൾ അമ്മ പൊരി വെഴുത്ത് നിർത്തിയിട്ടോ. എന്നോടുള്ള ദേഷ്യക്കുള്ളതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. പൊരി വെഴുത്ത് നിർത്തിയിട്ടുണ്ട്. അമ്മ അങ്ങോട്ട് ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞാനും പിന്നാലെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും വന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു സാധനം എടുക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് ഇതായിരുന്നു സംഭവം. ഓൾറെഡി ഞാനത് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഈ പുഴുക്കളൊക്കെ, എനിക്ക് എന്താ അറിയില്ല, പുഴുക്കളൊക്കെ കാണുമ്പോൾ പിടിച്ചുകൊണ്ട് വരാൻ തോന്നും. പക്ഷെ അത് കറക്റ്റായിട്ട് വലുതാവുമെന്ന് അറിയില്ല. അത് അതിന് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഇതിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഉള്ള പുഴുവല്ല കേട്ടോ, ഇത് ചിത്രശലഭത്തിൻ്റെ പുഴുവാണ്. അപ്പോൾ ഇതിന് പ്യൂപ്പയൊക്കെ ആയി കഴിയുമ്പോൾ ചിത്രശലഭമൊക്കെ വരുമല്ലോ. ഞാനിത് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇനി എന്താ സ്ഥിതി എനിക്കറിയില്ല. പിന്നെ ഒരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അർജൻറ്റായിട്ടുള്ള വർക്കാണ്, ഡബിൾ പിക്ചറാണ്. അപ്പോൾ എനിക്ക് ഫ്രണ്ട് തന്നാണ്. അത് നേരെ മലപ്പുറത്തേക്ക് കൊറിയർ ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. അപ്പോൾ ആളിവിടെ വന്നിട്ട് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വരയ്ക്കാണ്ടായിരുന്നു. 2 ദിവസം കൂടി സമയമുള്ളൂ. അപ്പോൾ ഞാനിരുന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 12 കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കും കാര്യങ്ങളായിരുന്നു. നമ്മൾ പിന്നെ പോയിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അച്ഛനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ടാറ്റയൊക്കെ കാണിച്ചിട്ടാണ് പോരണത്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് 1 മണിക്കാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ അവിടെ എത്തണം. അങ്ങനെ ഞങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് വരും, അതുകൊണ്ട് സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാക്ക് ചെയ്തു, ഹെൽമെറ്റൊക്കെ അതിൻ്റെ ഉള്ളിലാക്കി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാവിലത്തെ ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ഉച്ചക്കത്തെ ഇവിടെയാണ് ഫുഡ് കഴിച്ചത്. പിന്നെ വലിയ ക്യൂവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ക്യൂവൊക്കെ കുറേ ഉണ്ട്, അതൊക്കെ നിന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പോകുന്നത് ക്യൂ നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ഏകദേശം നടുക്കുന്ന രീതിയിലായിപ്പോയി. ബാക്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ സ്കൂളിൽ അവിടുത്തെ കുട്ടീനെ കണ്ടപ്പോൾ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊട്ട് പുറകിലായിട്ട് എൻ്റെ അമ്മയുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ നിൽക്കുന്നത് ടീച്ചറായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ക്യൂ ഫുള്ള് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പേടിക്കണ്ട, വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് വരുമ്പോൾ തന്നെ അവിടെ പെട്ടെന്ന് എത്തിക്കോളും. പിന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ അമ്മേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെ മിസ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആരെയും ഇന്ന് കാണാനൊന്നും പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. ഒരു 2-3 ദിവസം
വന്നിട്ടുണ്ടാവുള്ളൂ കേട്ടോ, മലപ്പുറത്ത് നിന്ന് വന്നിട്ട്. പിന്നെ ഇതേ വർത്തനൊക്കെ പറഞ്ഞ് വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പുറകെ ഇരുന്നൊരു ചേച്ചി ഭയങ്കര ചിരി കിട്ടു, ആളിങ്ങനെ വീഡിയോ എടുക്കാൻ കണ്ടിട്ടാണ്. പിന്നെ അങ്ങനെ വർത്തനൊക്കെ പറഞ്ഞു ക്യൂ നിന്ന് ഏകദേശം കുറേ ആയപ്പോൾ നമുക്ക് ചോറൊക്കെ കിട്ടി. ചോറിന് അവിയലുണ്ട്, അച്ചാറുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, മോരുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കഴിച്ചു. ജസ്റ്റ് ഫിനിഷ് ഇറ്റ്. ദെൻ നമ്മൾ വീട്ടിലേക്ക് നേരെ പോവാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഉച്ചഭക്ഷണമായി കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട്ടിലെത്തിയിട്ട് എന്താ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ, വരയ്ക്കാനുള്ള പിക്ചർ ഒന്ന് വരച്ച് കുറച്ചെങ്കിലും ആക്കണം. നമ്മൾ വേഗം തന്നെ വീട്ടിലെത്തിയിട്ടാ. പിന്നെ നമ്മൾ പൂർണ്ണ വഴിക്ക് ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഇലക്കകത്ത് പുഴുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് തിന്നാനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിൽ പോയി. അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളായിട്ട് ഇങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. ഇത് ഫ്രണ്ടിൻ്റെ അച്ഛനാണ് കേട്ടോ. ആൾക്ക് വ്ലോഗ് എടുക്കുകയാണെന്ന് അറിയില്ലായിരുന്നു തോന്നുന്നു. ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി ചായ കുടിച്ചായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. ഒരു 6:30 ആകുമ്പോഴേ ഞാൻ അവിടെ നിന്ന് പോരുള്ളൂ കേട്ടോ. മലപ്പുറത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് അവിടെ എല്ലാവരും ഉള്ള സമയത്ത് പിന്നെ ഇവിടെ പെട്ടെന്ന് ഒറ്റയ്ക്ക് ആയതുപോലെ തോന്നും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ അവളുടെ അടുത്ത് വരാറുണ്ട്. പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതൊക്കെ മാറും. പിന്നെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഇവിടെ തന്നെ ഇത് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഞാൻ എല്ലായിടത്തും അങ്ങനെ പോകാറൊന്നുമില്ല. അപ്പോൾ അമ്മേൻ്റെ സ്കൂട്ടിയും കൂടിയിട്ടായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ അച്ഛനും ഇവിടെ ഉണ്ടാകും, അച്ഛനുള്ള സമയത്തും ഭയങ്കര വൈബാണ്. അങ്ങനെ ബീച്ചിൽ ചുറ്റിക്കറങ്ങി കൊണ്ടിരിക്കുന്ന സമയത്ത് പമ്പരൊക്കെ ചുമ്മാ അതൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ കുറേ കുട്ടികൾ പട്ടമൊക്കെ പുറത്തുനിന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ സൂര്യാസ്തമയമൊക്കെ ഞാൻ എപ്പോഴും കാണാറുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ബീച്ച് അങ്ങനെ അത്ര ഇഷ്ടമല്ല. പക്ഷേ നമ്മളവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. എനിക്ക് കുറച്ച് കൂടുതലും ഇങ്ങനെ മല അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ വാവ ഇങ്ങനെ ബലൂണൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പന്തൊക്കെ, ബലൂണല്ല കേട്ടോ പന്ത്, പന്ത് ഇങ്ങനെ തട്ടി കളിച്ചിട്ടുണ്ട്. ആൾ ഭയങ്കര പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, ആൾ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കണുണ്ട്. ഞാൻ കുറേ നേരമൊക്കെ അതിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ബൈ പറഞ്ഞ് പോന്നു. പിന്നെ വൈകുന്നേരം നമ്മളിതേ അമ്പലത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, ടീച്ചർ ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ടീച്ചറിൻ്റെ വീട്. അപ്പോൾ എപ്പോഴും ടീച്ചർ ഉണ്ടാവും, നമ്മൾ ഒരുമിച്ചൊക്കെ വരാറുള്ളത്. അങ്ങനെ പ്രസാദം തന്നപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടെയുള്ള ഈ കുരുപ്പിന് പ്രസാദം ഇഷ്ടമല്ല, പക്ഷേ ഞാൻ അവളോട് മേടിക്കാൻ പറഞ്ഞിട്ട് അവൾ മേടിച്ചിട്ടുമില്ല. അങ്ങനെ എനിക്ക് കിട്ടിയത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ സമയമാകുമ്പോൾ നമ്മളങ്ങനെ വരി നിന്ന് മേടിക്കുക, അങ്ങനെയാണ്. നേരത്തെ പോയ അമ്പലമല്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ വരി നിന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കുട്ടി ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്നു അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പോയത് നാറ്റിക്കുള്ള അമ്പലമായിരുന്നു കേട്ടോ. ഇത് ആ അമ്പലമല്ല, ഇത് വേറെ അമ്പലമാണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. കുട്ടി എങ്ങനെയുണ്ട്? പരുന്ന് കഞ്ഞിയാണ്, കുടിക്ക് 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 കുടിക്ക്. കുടിക്ക്. അപ്പോൾ അതുകൊണ്ട് ആളില് കഷ്ടപ്പെട്ട് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഫുള്ള് കഴിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ടാറ്റാ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ.